ഇവിടെ നമുക്ക് മദ്ബഹ് കാണാം. അഥവാ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം മകൻ ഇസ്മായിൽ നബിയെ അറുക്കാൻ കിടത്തിയ സ്ഥലം ഇവിടെയുണ്ട്. ജീവിതത്തിന്റെ സായം സന്ധിയിൽ അള്ളാഹു നൽകിയ അരുമ സന്താനത്തെ അള്ളാഹുവിന് വേണ്ടി ബലിയർപ്പിക്കാൻ തയ്യാറായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ഇന്നലത്തെ ഓർമ്മകൾ പുതുക്കുന്ന ആ മഹത്തായ പരിശുദ്ധമായ സ്ഥലം മിനയിലാണ്. 7 വയസ്സായ തന്റെ കുട്ടിയുടെ കയ്യും പിടിച്ച് വൃദ്ധവാർദ്ധക്യത്തിന്റെ പടവുകൾ കയറിയ തന്റെ പിതാവ് കുട്ടിയെ അറുത്തു കൊടുക്കാൻ വേണ്ടി തയ്യാറായ സ്ഥലം. ഇപ്പൊ നമ്മുടെ വാഹനം മിനയിലേക്ക് കയറി. ഈ കാണുന്നതാണ് ആകാശത്തിന് കീഴെ ഭൂമിയുടെ മുകളിലെ ഏറ്റവും വലിയ ടെന്റുകളുടെ നഗരം എന്നറിയപ്പെടുന്ന ലോകം. ദുൽഹജ്ജ് 8 തെൽബിയത്ത് കൊണ്ട് മുഖരിതമാകുന്ന ഒരു രാജ്യമുണ്ടെങ്കിൽ അത് മിനയാണ്. ലോകത്ത് തമ്പുകളുടെ ഒരു ലോകമുണ്ടെങ്കിൽ അത് മിനയാണ്. ഹജ്ജിന്റെ അമലുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം മിനയാണ്. ഏറ്റവും കൂടുതൽ ഹാജിമാർ താമസിച്ചുകൊണ്ട് കല്ലെറിയുന്നതും മിനയിലാണ്. ജമറാത്തുകൾ മിനയിലാണ്. ഇനി എല്ലാവരും ഇടഭാഗത്തേക്ക് നോക്കാം. മദ്ബഹ് കാണാം. ഇടഭാഗത്തെ മലഞ്ചെരുവില് ഒരു ചെറിയ ഒരു പൈസ ഇടാനൊക്കെ നമ്മൾ വെക്കുന്ന നമ്മളെ പള്ളികളിലുള്ള പോലെ ഒരു കുറ്റി കാണാം. അതൊരു അടയാളം വെച്ചിക്കാണ് അവിടെ. അവിടെയാണ് മദ്ബഹ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അതാ കാണുന്നു. എല്ലാരും നോക്കി കണ്ടോ? ഒരു കുറ്റി കണ്ട ഇടഭാഗത്ത് കാണുന്നുണ്ട് കുട്ടികളെ. ഒരു കുറ്റി കണ്ടില്ലേ? ഒരു പൈസ ഇടാൻ വേണ്ടി വെച്ചമാതിരിയുള്ള തോന്നുന്ന ഒരു കുറ്റി കണ്ടോ? പൈസ ഇടാനുള്ളതൊന്നും അല്ല, അതൊരു അടയാളം വെച്ചിക്കാണ്. അവിടെയാണ് ഇബ്രാഹിം നബി ഇസ്മായിൽ നബിനെ അറുക്കാൻ കിടത്തിയ സ്ഥലം. എല്ലാരും കാണുന്നുണ്ടോ?